എന്റെ ആളിയന്മാരോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണ്ടാ. കോളേജിൽ നിന്ന് രക്ഷോട്ട് വന്നേണ്ടാ ഞാൻ. അളിയന്മാരെ എത്ര നാളായിടോ. മതി 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 തലവേദന. ഓ എന്റെ പൊന്നോ അളിയാ. എന്ത് പറ്റി അളിയാ? എത്ര എന്ത് കാര്യം പറ. നിർത്ത്. ഇതെന്തോ കോഴിമാരില്ല ചിമ്പാൻസിനെ പോലെ. നിങ്ങളെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസം വന്ന. ഞാൻ അനുഭവിച്ച വിഷമം എന്തോന്ന്. പേട്ട കോളേജിലളിയാ ഞാൻ അഡ്മിഷൻ എടുത്തത്. എടാ ഒരു മനുഷ്യക്കുഞ്ഞില്ല എനിക്ക് കൂട്ടായിട്ട്. ഞാൻ നിങ്ങളെ കണ്ടപ്പോഴാണ് അറിഞ്ഞ കൂട്ടുകാരെന്നുള്ള. കോളേജ് എന്ന് പറയുന്നത് എനിക്കിപ്പോ പേടിയാണ്ടാ. കോളേജിൽ പോകാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞ ഞാനും നിങ്ങളോട് തന്നെ തോറ്റാ മതിയായിരുന്നു. ഞാൻ ഒരു തമാശ ചെന്നെടുത്ത് പറഞ്ഞിട്ട് അതുപോലും അവർക്ക് മനസ്സിലാവുന്നില്ല. നീ പറ, ഞാൻ ചിരിക്കാം. ഇജ്ജാതി തമാശ. ഹാഷിറെ, നമ്മൾ നിന്നെ മനസ്സിലാക്കും പോലെ അവിടെ ആരും നിന്നെ മനസ്സിലാക്കൂടാ. സത്യോടാ, നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ വേറെ ആരും മനസ്സിലാക്കൂടാ. ഒരു കാര്യം ചെയ്യൂ, നീ എന്നെ ഒന്ന് ചീത്ത വിളിച്ചാണ്. വേണ്ട, ഒന്ന് ചീത്ത വിളി. അളിയ ഇത് ഞാൻ എന്തുമാത്രം മിസ് ചെയ്യുന്നറിയാം. അളിയ അവിടെ അതുപോലും ഇല്ലായിരുന്നളിയ. അളിയ സത്യം ഇതൊക്കെയാണ് അവിടെ മിസ് ചെയ്താ. ചീത്ത പോലും വിളിക്കാൻ പറ്റൂല. ചീത്ത തന്നെ ആരും വിളിച്ചുണ്ടായിരുന്ന ബിസി. അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അളിയ ഞാൻ എന്തേലും പറയാ, നീ എന്നോട് തർക്കിക്കണേ. ഞാനാണ് നമ്മുടെ ടീമിലെ ഏറ്റവും ഗ്ലാമർ ഉള്ള വ്യക്തി. അത് ഒരിക്കലും അല്ല. പിന്നെ നീ തന്നെ എന്നോട് തർക്കിക്കാൻ പോലും ആരുമില്ലടാ അവിടെ. സത്യം പറയല്ലോ, ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്ന. സീനിയേഴ്സ് വന്ന് എന്നെ ഒന്ന് അടിച്ച്. അയ്യോ എനിക്കറിയാം നിങ്ങളുണ്ടായിരുന്ന എന്റെ കൂടെ വന്നേനെ. അതിന് ഒരുത്തം പോലും വന്നില്ലടാ. അവന്മാര് എത്തി നോക്കുന്ന എന്നെ അടിക്കുന്ന. ഒരുത്തം പോലും ഒന്നും ചോദിച്ചില്ല. സത്യം പറയാലേ എനിക്ക് മടുത്തളിയാ. ആര് വിളിക്കുന്നില്ലയാ? നീ പറ. എനിക്ക് മടുത്തറ അവിടെ പോയി. എനിക്ക് നിങ്ങളെ കാണുമ്പോഴാണ് ആകെയുള്ള സന്തോഷം. നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കണം അജിൻ. അതിന് ക്വാളിഫിക്കേഷൻ വേണം വിനായക്. അത് ബ്രോ, അത് ജയിച്ചാലേ പറ്റും. അതൊക്കെ വിട്. ഹഷിർ, നിനക്ക് ഞാൻ ഒരു വെറൈറ്റി ഐഡിയ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിയെ പ്രണയിക്കൂ നീ. അപ്പൊ നിനക്ക് ആ കോളേജിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് വരും. വെറൈറ്റി ഐഡിയ. ഒന്നാ 4 പേര് ഞാൻ നോക്കിയതാ. 4 പേര്. 4 വേണ്ടോണ്ടെന്ന് അറിയോ? കാറ് വേണം, അല്ലെങ്കിൽ ബൈക്ക് വേണം. എന്റെ അടുത്ത് രാത്രി നിങ്ങൾ പബ്ബി പോയിട്ടുണ്ടോ? എന്റെ അടുത്ത് രാത്രി പബ്ബി വരാൻ. എനിക്കത് അറിയില്ല എന്താണെന്ന്. ഞാൻ പറഞ്ഞു വരാന്ന്. ചെന്ന് ഒരു ദിവസം ചെന്ന് വന്ന ബില്ല് എത്രയെന്ന് അറിയോ? 5000 രൂപ. അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വരട്ട്. അവളെ കൂടെ ഉള്ള പെൺകുട്ടികളെ കൂടെ കൊണ്ടുവന്ന് കീറി വിട്ടളിയ. സത്യം പറഞ്ഞ ഞാൻ അവിടെ ഒരു മണ്ടനാണ് കേട്ടോ. ഇവിടെ ഞാൻ സീനാണേലും അവിടെ ഒരു മണ്ടനായി പോയി. ഇതൊക്കെ കൊണ്ടാ അന്ന് ഞാൻ നിന്നെ ഗെയിമിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞേ. ഗെയിമാ? ഇടയ്ക്ക് പബ്ജി പോയെന്ന് പറഞ്ഞായിരുന്നു. അളി അത് പബ്, അത് പബ്ജി വേറെ. അളി ഇതേക്കുള്ള മണ്ടത്തരങ്ങൾ പോലും അവിടെ ആരും പറയില്ല. എല്ലാരും സീരിയസ് ടോക്ക്, അവരവരെ കാര്യങ്ങള്. ഒന്നുമില്ല. ഒന്ന് വിശന്നാന്ന് പോലും ആരും ചോദിക്കൂല. പക്ഷെ നിക്കർ കീറിയിടോ എല്ലാരെയും മത്സരമാണ് കേട്ടോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കർ കീറിയിട്ടോളെ. പുറത്ത് പോണെങ്കിൽ ഒരാളെ നമ്മൾ വിശ്വസിക്കാറ്, നമ്മളെ തന്നെ. വേറെ ആരെ നമ്മൾ വിശ്വസിക്കരുത്. അത് നിങ്ങൾക്ക് തരുന്ന ഞാൻ ഭയങ്കര ഒരു പോയിന്റാണ്. നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ വേറെ കാര്യം, ഞാൻ ഇവിടുന്ന് എനിക്ക് സെം ഫീസ് അടയ്ക്കാൻ പോയ ഫീസ് അടക്കം അവളന്മാര് ഊറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് അളിയാ അതിലൊക്കെ അല്ലേ നമ്മള് കളിച്ചുള്ളൂ. പിന്നെ ആ പബ്ബിന്റെ അകത്ത് ഇടുന്ന പാട്ടുകൾ ഇങ്ങനെയൊക്കെ. ഈ പാട്ടുകൾ തന്നെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന അത് ഇത്. ഏതൊരു കോളേജിൽ നമ്മൾ പോയാലും അളിയാ ഒരുത്തം ഉണ്ടായിരുന്നു എന്റെ കൂടെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ ചേഞ്ച് പറ്റി പോയി. അവൻ രക്ഷോട്ട് പോയി. ഇപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. കഴിക്കാൻ പോയില്ല, വിശക്കുന്നു. കഴിക്കാൻ പോവാ ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞ കൊള്ളത്തിലിടാവുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കും അവിടുന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും
വല്ലപ്പോഴും DJ അത് ഇത് അത് നശിച്ച ജീവിതമാണ്. കോളേജ് നശിച്ച ജീവിതമാണ്. വെറുതെ പോവാൻ നന്നായി അല്ലടാ. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയോ? ദയവ് ചെയ്ത് മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. എന്തുകൊണ്ടാണ് പറ, എന്തുകൊണ്ടാണെന്ന് കൂടെ നീ പറ. കാര്യമൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വെച്ചാൽ മതി. മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. അപ്പൊ മേക്കപ്പ് ഇടാത്ത പെണ്ണുങ്ങളെ വിശ്വസിക്കാം. അത് വിശ്വസിക്കുകയേ ചെയ്യരുത്. പിന്നെ മണ്ടത്തരം പറയാ. ആദ്യമേ ചെല്ലുമ്പോ ഫ്രണ്ട്ഷിപ്പ് കളിക്കാൻ വരുന്നവന്മാര് കാണും. അവന്മാരെയും വിശ്വസിക്കില്ല, ആരെയും വിശ്വസിക്കില്ല. സ്വന്തം കാര്യം നോക്കി പഠിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടാ എന്ന് വിചാരിച്ചങ്ങ് നിന്നോണം. മനസ്സിലായ? അത്രേ ഉള്ളൂ. കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ആരൊക്കെയാണ് നല്ലവർ ചീത്ത വരുന്നത്. അല്ലാതെ ആരെയും വിശ്വസിക്കില്ല. അപ്പൊ നിനക്ക് നമ്മളെ വിശ്വാസമില്ലേ? ഈ നാട്ടും പുറത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഇപ്പൊ പഠിക്കാൻ പോവാഞ്ഞ കാര്യമായി എളുപ്പമായെന്ന് പറ. എനിക്ക് ആകുള്ള സുഖം എന്നറിയോ? നിങ്ങൾ പിന്നെ സുഖോ സന്തോഷം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ആരെ വിളിക്കുന്നടാ? അമ്മ, നീ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോട്ടു. അയ്യോ അതാ ശരിയാ, വീട്ടിൽ പോട്ടു കേട്ടാ. അപ്പം ഞാൻ പറയുന്ന അറിയില്ല, വൈകിട്ട് മുക്കിലോട്ട് വാ. ഞാൻ കാര്യം പറയട്ടെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്തു തന്നാൽ എന്തോ, നിങ്ങളെല്ലാം കൂടെ എന്നെ കളിയാക്കണം. എന്നെ ആരും കളിയാക്കുന്നില്ല അവിടെയൊന്നും. എന്നെ കളിയാക്കി ഒന്ന് അറിഞ്ഞ് കൊന്നുകളയണല്ലേ. അയ്യേ മണ്ടേ വിവരം കിട്ടവനൊക്കെ അവിടെ എടാ ഇതിനൊക്കെ എന്താടാ പച്ചമലയാളത്തിൽ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരു വാക്ക് പറയാനില്ല, ഒരു വാക്ക് മതി. ഞാൻ ഫുൾ ഹാപ്പി ആയി. വൈകിട്ട് വീട്ടിൽ വാ, ഫുഡൊക്കെ അവിടെയാണ് കേട്ടാ. അത് വെറുതെ ഞാൻ വന്നില്ല, നാളെ കൂടെ വരണേ. ശരിയപ്പോ വരണേ കേട്ടാ. ഞാനുണ്ട്. നീ വരുന്നില്ലേ?